ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഉച്ചയൂൺ പ്രിപ്പറേഷൻ ഒന്ന് കാണാം. ഇത് കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ സാറ്റർഡേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത സാറ്റർഡേ ആവാറായി. എന്തുകൊണ്ടോ ഞാൻ മറന്നുപോയി. ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഗാലറിയിൽ നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോഴാണ് അയ്യോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്തില്ലല്ലോ എന്ന് വെച്ച് വേഗം എഡിറ്റൊക്കെ ചെയ്ത് വോയിസ് ഓവർ എടുത്തത്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നാടൻ പയറും കൂർക്കയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി നുറുക്കിയൊക്കെ എടുത്ത് കുക്കറിൽ ഒരു വിസിൽ വരാൻ വേണ്ടി വെക്കും. അങ്ങനെയാണ് ഞാനിപ്പോൾ കൂർക്കൊക്കെ വേഗം വേവിച്ചെടുക്കുന്നത്. ശരിക്കും നമ്മൾ അടുപ്പത്തിട്ട് ഇങ്ങനെ വേവിക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ്. എന്നാലും എനിക്ക് വേഗം ഇതൊന്ന് സാറ്റർഡേ ആയ കാരണം എല്ലാം ലേറ്റായി, അതുകൊണ്ട് ഞാൻ വേഗം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ വേവിക്കാനായിട്ട് ഒരു വിസിൽ വെക്കാൻ വേണ്ടി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമാണ് കേട്ടോ. അത് ഇത്രയും ചേർത്തിട്ട് വെക്കുക. ഒരു വിസിൽ വരുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മളത് സ്റ്റീം ഫുൾ പോകാൻ വേണ്ടി നിൽക്കരുത്. കുറച്ച് സ്റ്റീം ലാസ്റ്റ് നമ്മൾ കളയണം. ഇത് കൂർക്കത വാങ്ങിയതിൻ്റെ ബാക്കി ഇത് വീണ്ടും ഞാൻ വെച്ചു കേട്ടോ ഒരു പ്രാവശ്യം കൂടി. അത് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ ബാക്കി. ഇനി നമുക്ക് ഓക്കെ, ഇന്ന് നമ്മൾ കറിയൊന്നും വെക്കുന്നില്ല. അപ്പം ഞാനും മക്കളും മാത്രമാണല്ലോ. അപ്പോൾ എനിക്കും മോനൊക്കെ ഉപ്പേരി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മുട്ടയോ പപ്പടോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി, ഞങ്ങൾ ഹാപ്പിയാണ്. ഹസ്ബൻഡ് ഉണ്ടെങ്കിലാണ് എന്തെങ്കിലും കറിയൊക്കെ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഉച്ചയൂൺ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് മീൻ വറുക്കാനുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മാന്തളും മുള്ളനൊക്കെ. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാന്തൽ, മുള്ളൻ, സ്രാവ്, അതുപോലെ തന്നെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം മാന്തലിൻ്റെ തൊലി കളയാൻ. ഇത് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി മാന്തൽ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് നടുക്ക്. എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം ഇട്ടിട്ടൊന്ന് തിരുമ്പി കൂട്ടി വെക്കുന്നുണ്ട്. ഉപ്പ് ഇതിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് നമ്മൾ എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് മീൻ വറുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാന്തൽ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നടുവിൽ കാണില്ല, കാരണം ആ പാത്രത്തിൻ്റെ നടുഭാഗം പൊന്തിയിരിക്കുക. അപ്പോൾ സൈഡിൽ ചുറ്റും വെളിച്ചെണ്ണ ഉണ്ടാവും. നമ്മൾ മീനൊക്കെ നേരത്തെ കൊടുത്തിട്ട് ആ പാത്രം എടുത്തൊന്ന് കറക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ ഉണക്കച്ചെമ്മീൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഉണക്കച്ചെമ്മീനായാലും അല്ല പച്ചച്ചെമ്മീനായാലും എനിക്ക് നല്ല ഇഷ്ടം. അത് വറുത്തതായാലും കറി വയ്ക്കുന്നതായാലും നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇത് ചമ്മന്തി അരച്ചപ്പോൾ എനിക്കത് മതി. അപ്പോൾ ഇത് ഞാൻ ഒന്ന് നന്നാക്കണം കേട്ടോ. അതിൻ്റെ തലയും വാലും കളയണം. അപ്പോൾ കണ്ടില്ലേ, ഇത് കളയാനുള്ളതായിരിക്കും എപ്പോഴും പ്രോൺസ് പച്ചയായാലും ഉണക്കയായാലും നന്നാക്കുമ്പോൾ കളയാനുള്ളതായിരിക്കും കൂടുതൽ നമ്മൾ വെക്കാനുള്ളതിനേക്കാളും. അപ്പോഴേക്കും അത് മീൻ വറുത്ത് ശരിയായി അത് മറിച്ചൊക്കെ തിരിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ പ്രോൺസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കഴുകി ഒന്ന് എടുത്തിട്ട് ഒന്ന് വറുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് വറുക്കുന്നുണ്ട് കേട്ടോ. പ്രോൺസ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ അലമ്പിക്കുന്ന കൈ കൊണ്ട് വാരിയെടുത്ത് കഴിഞ്ഞാൽ മണ്ണൊക്കെ താഴെ പൊക്കോളും. പിന്നെ ഞാൻ ആ ഒരു പ്രോൺസ് ചൂടാറുന്ന നേരം കൊണ്ട് ഉപ്പേരി വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും അതുപോലെ ഇതും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചതച്ചെടുത്തത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ, വേറെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ട് കൂർക്ക പയറിട്ട് കൊടുക്കുക. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സിമ്മിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് നേരം അത് അവിടെ സിമ്മിൽ വെച്ചേക്കണം. ആ നേരം കൊണ്ട് നമുക്ക് ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പ്രോൺസും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചൂടാറിയിട്ടുണ്ട്, ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം അരയ്ക്കാൻ വേണ്ടി നാളികേരം ചെരുകിയത് അതും കൂടി ചേർത്തിട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് അതൊന്ന് ചതച്ചെടുത്ത പോലെ ആക്കുക. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോൺസിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഇത്തിരി പുളിയും കൂടി ചേർക്കട്ടെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കും. പിന്നെ ചിലപ്പോൾ പുളിക്ക് വേണ്ടി പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഇരുമ്പുളി ചേർക്കാം. പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ, ഉണക്കമുളക് അല്ലെങ്കിൽ പച്ചമുളകും ചേർക്കാം. എനിക്ക് പച്ചമുളക് ഇഷ്ടം, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന്, അതുകൊണ്ട് ഉണക്കമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാനും മോളും കൂടിയാണ് കേട്ടോ ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. മോന് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. മോനെന്ത് വെച്ചാൽ ഇന്ന് സാറ്റർഡേ തന്നെ വൈകിയൊക്കെയാണ് എണീറ്റത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വൈകി. അപ്പോൾ ഉച്ചയായപ്പോൾ അവന് വിശക്കണില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാൻ പോവാണ്. മോൾക്ക് പിന്നെ ചെമ്മീൻ ചമ്മന്തിയോട് വലിയ പ്രിയമില്ല, അത് മോനോ അതെ കേട്ടോ. എനിക്ക് മാത്രമാണ് അതെൻ്റെ ഫേവറേറ്റ്. അവൾക്ക് ഞാൻ ഉപ്പേരിയും ഉണക്കമീനും കൂട്ടി കൊടുത്തു. അപ്പോൾ ഇത് കറിയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഈ മൂന്നും കൂടി മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കേട്ടോ, ആൾക്കാണ് കറി വേണമെന്നൊക്കെ നിർബന്ധം. ഞങ്ങൾക്ക് പിന്നെ അതില്ല. അപ്പോൾ എന്തായാലും തലേദിവസത്തെ കറി ഇരിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അതിന് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഹസ്ബൻഡിന് രാത്രിയല്ല, അപ്പോഴേക്കും എന്തെങ്കിലും വേറെ വെക്കണം. അപ്പോൾ ഇനി അത് കഴിക്കട്ടെ. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ മോനൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് വന്നു കേട്ടോ. അപ്പോൾ ആൾ പേസ്റ്റ് കൊണ്ടുണ്ടായിരുന്നു. രാവിലെ പോകുമ്പോൾ മോള് പറഞ്ഞു വിട്ടുണ്ടായി കേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ 4 പേസ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ബട്ടർ സ്കോച്ചും പൈനാപ്പിൾ അതുപോലെ സ്ട്രോബെറി പിന്നെ
ബ്ലാക്ക് ഫോറസ്റ്റ്. ഇപ്പം നമ്മൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അവിടുത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നിനും കൊള്ളില്ല. എന്ന് വാങ്ങിക്കുമ്പോൾ ഒരുമാതിരി ടേസ്റ്റാണ്. ബാക്കിയൊക്കെ ഓക്കെ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റൊക്കെ ആദ്യമായിട്ട് അവിടെ നിന്ന് വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിതത്തിൽ ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അമ്മ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തോ റോസിൻ്റെ എസെൻസ് എന്തോ ചേർത്തിട്ടാന്ന് തോന്നുന്നു, ഒരു ആദ്യ ടേസ്റ്റാണ്. മോള് ഇഷ്ടം പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നാലും അവൾ അവിടെ ഇവിടെയൊക്കെ നക്കുന്ന ബാക്കിയൊക്കെ നമുക്കൊക്കെ വെച്ച് തരും, വായിലേക്ക് വെച്ച് തരും. അങ്ങനെയാണ് അവളുടെ കഴിപ്പ്. എന്തായാലും ഞങ്ങൾ ആ ഒരു പേസ്ട്രീസിനൊക്കെ തേജോവധം ചെയ്തു, കഴിച്ച് അങ്ങനെ ഞങ്ങൾ സുഖമായി അന്നത്തെ ഒരു ദിവസം പോയി. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.